ഹലോ കൂട്ടുകാരി, അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് പൊറോട്ട കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകിപ്പിക്കാറില്ല. അപ്പോൾ തന്നെ വണ്ടി എടുത്തൊരു സ്പോക്ക് പോയി. എന്നാലേ ആദ്യമേ ഒരു ചായ നിന്നാവാമെന്ന് വിചാരിച്ചു. തൊണ്ടയൊക്കെ നന്നായിട്ട് പണി നിൽക്കുന്ന സമയമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും പൊറോട്ടയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു. ഈ കവറിലെ പൊറോട്ട കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി നേരെ വീട്ടിലോട്ട് പോയി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, മസാലകളെല്ലാം ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി നന്നായിട്ട് വീഡിയോ എടുത്തേക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇത്. നല്ല ടേസ്റ്റാണ്. അധികം ഒന്നും ഇട്ടിട്ടില്ല, എല്ലാം കണക്കിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് കോഴിക്കുട്ടന്മാരുടെ തുടയൊക്കെ കിടക്കുന്നുണ്ടോ അതിലോട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കുന്നതിനാണ് ഒരു ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ എത്ര മസാല അരച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അങ്ങനെ ഞങ്ങൾ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചു. മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ് വെച്ചോളൂ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശം തുടങ്ങി. അങ്ങനെ കോഴിക്കുട്ടന്മാരെ അപ്പം തന്നെ ഞങ്ങൾ അടുപ്പിലോട്ട് കയറ്റി ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴേ ഞാൻ പൊറോട്ട കഴിച്ചില്ല, ഞാൻ ഇടിയപ്പം മേടിച്ചത്. ബാക്കി എല്ലാവരും പൊറോട്ട കഴിച്ചു. എനിക്ക് ഇടിയപ്പമാണ് ഇഷ്ടം, പൊറോട്ട വലിയ തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഹസ്ബൻഡോട് ഫ്രൈ എങ്ങനെ ഉണ്ടോ വെച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞാണത്. ഞാനിങ്ങനെ എല്ലിങ്ങനെ ചവച്ച് തുപ്പിയിടും. എന്നെ പോലെ അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ ഗൈസ്? ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുഞ്ഞിൻ്റെ പാൽക്കുപ്പി എല്ലാം തിളപ്പിച്ചു. വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് ഞങ്ങൾ കൊടുക്കാറ്. അവന് രാവിലത്തേക്കുള്ള കൂരവ ഇട്ടു, പനങ്കൽക്കണ്ടും ഇട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ